പാലക്കാട് കല്ലടിക്കോട് രണ്ടുപേർ വെടിയേറ്റു മരിച്ചു. 3 ഏക്കർ മരുതുംകാട് സ്വദേശി ബിനു, നിധിൻ എന്നിവരാണ് മരിച്ചത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. സച്ചിൻ വള്ളിക്കാടുണ്ട് വിവരങ്ങൾ നൽകാൻ. സച്ചിൻ, എന്താണ് സംഭവിച്ചത്? ഇന്ന് വൈകിട്ടോട് കൂടിയാണ് പാലക്കാട് കല്ലടിക്കോട് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടക്കുന്നുണ്ട്. അതായത് നാട്ടുകാരാണ് തുടക്കത്തിൽ ഈ വിവരം അറിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ സംഭവം നടന്ന പ്രദേശത്താണ്. ആ പ്രദേശം ഒരു മലയോര മേഖലയാണ്. മലയോര മേഖലയോട് ചേർന്ന് പണ്ടത്തെ ഒരു സർക്കാർ സ്കൂൾ റോഡുണ്ടായിരുന്നു. ആ റോഡിലാണ് ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിന് ബിനു മരിച്ചു വീണ സമീപത്ത് തൊട്ടടുത്ത് തന്നെ ഒരു നാടൻ നോക്കവും കണ്ടെത്തിയിരുന്നു. തുടർന്ന് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. കല്ലടിക്കോട് പോലീസ് എത്തി ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിരുന്നു. തുടർന്നാണ് സമീപത്ത് ബിനു മരിച്ചു കിടക്കുന്ന തൊട്ടടുത്ത വീട്ടിനുള്ളിൽ മറ്റൊരു യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നിധിൻ എന്നാണ് പേര്. നിധിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു ആത്മഹത്യ ചെയ്തതാണോ, അല്ലെങ്കിൽ ബിനുവിനെ കൊലപ്പെടുത്തിയ ശേഷം നിധിൻ ആത്മഹത്യ ചെയ്തതാണോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരടക്കം പറയുന്നത് നിലവിൽ യാതൊരുവിധ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊന്നും വ്യക്തമല്ല എന്ന കാര്യം തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഇപ്പോൾ ബിനുവിൻ്റെ കൂട്ടുകാരൊക്കെ ഈ വിവരം അറിഞ്ഞ് ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഞാനും ബിനുവായിട്ട് അറിയാം, നമ്മൾ കൂട്ടുകാരൊക്കെ തന്നെയാണ്. പക്ഷേ എന്താ സംഭവിച്ചത് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ഇനി പോലീസുകാരും ഇവരൊക്കെ വന്ന് നോക്കി തന്നെ നമുക്ക് അറിയുള്ളൂ. അല്ലാണ്ട് ബിനു ടാപ്പിംഗ് ആണ്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. വീട്ടിൽ ബിനുവിൻ്റെ ഏട്ടനുണ്ട്, എനിക്ക് അത്രേ അറിയുള്ളൂ. ബിനു നമ്മുടെ കൂട്ടുകാരനാണ്, അല്ലാണ്ട് അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. കാരണം കൃത്യമായ കാര്യങ്ങളൊന്നും നാട്ടുകാർക്കും നിലവിൽ വ്യക്തമല്ല. കൃത്യമായ ഒരു വിവരം നിലവിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് വരേണ്ടത്. ഈ നിധിൻ്റെ വീടാണ് തൊട്ടടുത്തുള്ളത്. വീട്ടിനുള്ളിൽ നിധിനെ മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. നിധിന് അമ്മയും ഒരു സഹോദരനുമുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. നിലവിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. സമീപത്തൊരു വാടക വീടും ഉണ്ടായിരുന്നു. ആ വീട്ടിൽ നിലവിൽ താമസമൊന്നുമില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതൊരു മലയോര മേഖലയോട് ചേർന്ന പ്രദേശമാണ്, ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. നിലവിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം, അതായത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ പോലീസ് തന്നെയാണ് പറയുക. അതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് സംഭവം എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് നാടൻ തോക്കടക്കം എവിടെ നിന്നു ലഭിച്ചു, മറ്റു കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇവർ തമ്മിൽ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യമടക്കം വ്യക്തമാവേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയോടെ 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം. പാലക്കാട് കല്ലടിക്കോട് മലയോര മേഖലയോട് ചേർന്ന പ്രദേശമാണ്, ഒറ്റപ്പെട്ട പ്രദേശമാണ്. അതായത് നേരത്തെ ബിനുവിൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ റബ്ബർ തോട്ടമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് നിലവിൽ. അതിനാൽ തന്നെ വലിയൊരു ജനങ്ങളുടെ ജനവാസ മേഖലയല്ല, ജനങ്ങളുടെ ഒരു വലിയ ഇടപെടലില്ലാത്തൊരു പ്രദേശമായതിനാൽ തന്നെ ഇത്തരത്തിൽ സംഭവം നടക്കുന്നത് ആരും കണ്ടിട്ടില്ല. അതിനാൽ തന്നെ കൃത്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്. 2 യുവാക്കളാണ് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്.